ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. അപ്പം എല്ലാവരും നവോദയയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുകയാണല്ലേ. അപ്പം ഇനി നിങ്ങൾക്ക് സ്കൂളിലുള്ളതൊക്കെ പഠിക്കാൻ വരുവാണ്. അപ്പം നമുക്ക് നവോദയയിൽ ആദ്യമേ ഉള്ള കുറച്ച് ബേസ് പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിലെ പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ നവോദയ എൻട്രൻസ് എക്സാം 2026 6th സ്റ്റാൻഡേർഡിൻ്റെ അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വേഗം വന്ന് ജോയിൻ ചെയ്തു. ആകെ നമുക്ക് 80 സീറ്റ് ഒരു ഡിസ്ട്രിക്റ്റിലേക്കുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിജയം നേടാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ കോഴ്സിൽ നമുക്ക് ഫാക്കൽറ്റീസും അതേപോലെ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. പേഴ്സണൽ മെൻറ്റർ എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്യാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ നിങ്ങളുള്ളവർ അത് ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു വർക്ക്ഷീറ്റ് ബുക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വർക്ക്ഷീറ്റ് ബുക്കുണ്ട്. അതേപോലെ നമുക്ക് ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സും വരുന്നുണ്ട്. സൂമിലാണ് നമ്മുടെ ലൈവ് ക്ലാസ് വരുന്നത്. നിങ്ങൾക്ക് 1 hour ഡെയിലി ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈവ് ഒന്നും ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് വേർഷൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സാവാതെ ഫ്രം ദ സ്റ്റാർട്ടിങ് ടു ദ എൻഡ് വരെ നിങ്ങൾക്ക് എവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ CC Plusൻ്റെ ആപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വേഗം അടുത്ത വർഷം നവോദയയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞു മിടുക്കന്മാരും മിടുക്കികളും ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ CC Plusൽ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ് കേട്ടോ. സിംപ്ലിഫിക്കേഷൻ എന്താണ്? സിംപ്ലിഫിക്കേഷൻ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, DMAS അല്ലേ. DMAS എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ DMAS. എല്ലാവരും വെവ്വേറെ ആൾക്കാരാണ്, ഒറ്റ ഇതല്ല. DMAS അല്ല, DMAS ആണല്ലേ. നമ്മൾ ഷോർട്ടാക്കി DMAS എന്ന് പറയുന്നു. അപ്പം എന്താണ് DMAS? എന്താണ് DMAS? D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിവിഷനെയാണ് നമ്മൾ D എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. M for മൾട്ടിപ്ലിക്കേഷൻ. A എന്തിനെയാണ് പറയുന്നത്? അഡീഷൻ, ആഡ്. S ആണെങ്കിലോ സബ്ട്രാക്ഷൻ. നോക്കി, D for ഡിവിഷൻ, M for മൾട്ടിപ്ലിക്കേഷൻ, A for അഡീഷൻ, S for സബ്ട്രാക്ഷൻ. എപ്പോഴാണ് നമ്മൾ ഈ DMAS എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂൾ അപ്ലൈ ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ ഇത് വെറുതെ പോണ വഴിക്കൊക്കെ നമുക്ക് DMAS കൊടുക്കാൻ പറ്റുമോ? എപ്പോഴാ? നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, 5 - 2 + 3 × 4 / 2. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരിക. ഒരു ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ ക്രിയകൾ, ഒന്നിൽ കൂടുതൽ സിമ്പിൾസ് അല്ലെങ്കിൽ സയൻസുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ അവരെ എന്തുപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ? DMAS റൂൾ ഉപയോഗിച്ചിട്ടേ ചെയ്യാവുള്ളൂ. DMAS റൂൾ ഉപയോഗിച്ച് ചെയ്താലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും, ഉറപ്പുള്ള കാര്യം. ഓക്കെ, DMAS റൂൾ ഉപയോഗിച്ചിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നമുക്കൊരു പ്രോബ്ലം തരും, അതിനകത്ത് കുറേ മൈനസും പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ച് നമുക്ക് ചെയ്യാം? DMAS വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ എക്സാമ്പിൾസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാർ എഴുതിയില്ലേ 5 + 2 - 3 × 2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എന്താ നമ്മൾ ചെയ്യണ്ടേ? ആദ്യമേ നമ്മൾ ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഇല്ല, D ഇല്ല കേട്ടോ നമുക്ക്. സോ D ഇല്ല. പിന്നെയുള്ളത് M ആണ്. 3 × 2 എന്ത് വരും? 6 വരും. 2 + 5. അപ്പോൾ എന്തായി? 5 + 2 - 6 ആയി. ഇനി പ്ലസിന് ചെയ്യണമെന്നല്ലേ? 5 + 2 എത്രയാ? 7. 7 - 6 എത്രയാ? 1. ഇങ്ങനെ വേണം നമ്മൾ ചെയ്തു പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ബേസിക്. ഇതിൻ്റെ കുറച്ചും കൂടെ ഹയർ ലെവലിൽ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ബേസ് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്? DMAS റൂൾ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന് ഹെഡിങ് കൊടുത്തു കഴിയുമ്പോൾ DMAS റൂൾ എന്ന് പറയും. ചില കുട്ടികൾ ഇത് ഫുള്ളി DMAS പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തും കൂടെ വന്നിട്ടുണ്ടാവും? BOയും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ റൂളിനെയാണ് നമ്മൾ ഫുള്ളി പറയുന്നത് BODMAS റൂൾ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റൂൾ, BODMAS റൂൾ എന്ന് പറയും. ഇനി കുറച്ചും കൂടെ അപ്ലൈഡ് വരുമ്പോഴാണ് നമുക്ക് VBODMAS എന്ന് പറയും. VBODMAS എന്ന് നമ്മൾ പറയും. നമുക്ക് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ഓരോ ആൾക്കാരെയും നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DMAS എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് ആൾക്കാരെയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 12 + 6 / 3 × 2. അപ്പം നോക്കിക്കേ, ഇവിടെ ഡിവിഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആരുണ്ട്? ഡിവിഷൻ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷന് ചെയ്യണം. നോക്കി, ഡിവിഷൻ ഇരിക്കുന്ന ആരെയാ? 2 അപ്പുറം ഇപ്പുറം നടുക്ക് ഡിവിഷൻ ഇരിക്കുന്ന 6 / 3 ആണ്. അപ്പം 6 / 3 എത്രയാന്ന് നോക്കുക. എത്രയാ? 3 × 2 ആണ് നമുക്ക് 6 വരിക. 2 അല്ലേ? അപ്പം നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ ഇവിടെ എഴുതിയിടാം. 12 + 6 / 3 × 2. കണ്ടോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ.
അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓൾറെഡി നമ്മൾ 3ഉം 6 നമ്മൾ ചെയ്തു. ഞാൻ റൗണ്ട് ഇട്ട് പോവാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ഇവരെ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 12 പ്ലസ് കൊടുത്തു 2 × 2 എന്ന് കിട്ടി അല്ലേ? 2 × 2 എന്ന് കിട്ടി. ഇനി നമ്മൾ ആരെയാണ് ചെയ്യണ്ടേ? 2 × 2 ചെയ്യണം. 2 × 2 എന്ന് പറയുന്നത് എത്രയാ? 4. 12 + 4. ഇനി നമുക്ക് ആഡ് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ എന്താവും? 12 + 4 എന്താവും? 60. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ? 60. അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ ഡിമാസ് റൂൾ വെച്ചിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 36 ÷ 6 + 4 × 2. എങ്ങനെ ചെയ്യും? ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം അല്ലേ? 36 ÷ 6 എത്രയാണ് നമുക്ക് വരുന്നത്? 36 ÷ 6 6 6 are 36 അല്ലേ? 6 6 are 36. അപ്പോൾ ഈ ഒരു ടേം ഫുള്ളി എന്തായിട്ട് നമുക്ക് ഇവിടെ വരും? 6 പ്ലസ് ബാക്കി അതേപടി എഴുതുക. 6 + 4 × 2. ഇപ്പം മനസ്സിൽ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് എഴുതി ചെയ്യുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ വളരെ സുഖമായിട്ട് ചെയ്യാം. നോക്കിയേ, 6 + 4 × 2. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 4 × 2 എത്രയാണ്? 8 വരും അല്ലേ? അപ്പോൾ 6 + 8 എത്രയാ? 14 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടിയിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ 8 × 5 + 6 - 10. 8 × 5 + 6 - 10. ഇവിടെ ഡിവിഷൻ ഇല്ല. 8 × 5 എത്രയാണ് നമുക്ക് വരുന്നത്? 8 × 5 40 + 6 - 10 + 6 - 10. ഇനി നമ്മൾ ആദ്യം ആരെയാണ് ചെയ്യണ്ടേ? പ്ലസ് ചെയ്യണം. 40 + 6 എത്രയാ? 46. 46 ന്ന് 10 പോയാൽ എത്രയാണ് വരുന്നത്? 36. നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? 36 എന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ 8 × 5 + 6 - 10 നമുക്ക് എന്തെന്ന് കിട്ടി? 36 എന്ന് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 20 + 8 ÷ 4 - 3. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ആരെയാണ് ചെയ്യണ്ടേ? 8 ÷ 4 ആണ് ചെയ്യേണ്ടത്. 8 ÷ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 20 + 8 / 4 നമുക്ക് 4 2s ആണ് 8 കേട്ടോ. 4 2s are 8. ഇനി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കി പിള്ളേരെ. 8 / 4 4 × 2 8 0 കിട്ടും. 2 തന്നെയല്ലേ? സിമ്പിൾ അല്ലേ? ടേബിൾ അറിയാവുന്നതാണ്, എല്ലാവരും ടേബിൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. നമുക്ക് അവിടെ എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. -3 കൊടുത്തു. ഇനി നമ്മൾ ആരെയാണ് ചെയ്യേണ്ടത്? പ്ലസിനെ ചെയ്യണം. നോക്കിയേ, 20 + 2 - 3. 20 + 2 എത്രയാ? 22 - 3 ചെയ്യണം. 19 20 21 22. നമുക്ക് അങ്ങനെയല്ല 22 കിട്ടാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഡിവിഷൻ ചെയ്തു, പിന്നെ ആഡ് ചെയ്തു, പിന്നെ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല എങ്കിൽ നമ്മൾ അവരെ വിട്ടേക്കുക. ഉള്ളവരെ നമ്മൾ അതിന് ആ ഓർഡറിൽ പോരും. ഇപ്പം ഇവിടെ നമുക്ക് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. ഇവരെ ഇല്ലെങ്കിൽ അവരെ വിട്ടേക്കുക. ഡി കഴിഞ്ഞാൽ എ ചെയ്യുക, എ കഴിഞ്ഞാൽ എസ് ചെയ്യുക കേട്ടോ. ആ ഒരു റൂള് ഫോളോ ചെയ്തങ്ങ് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 100 ÷ 5 × 2 + 10. അപ്പോൾ ആദ്യം ആരെ ചെയ്യണം? 100 ÷ 5. 100 / 5 നോക്കിയേ, 5 × 2 10. നമ്മൾ എന്ത് ചെയ്തു? 0 കൊടുത്തു. അപ്പോൾ ഈ 0 നേരെ മുകളിലേക്ക് പോകുന്നു. 20 അല്ലേ? 20 × 5 ആണ് നമുക്ക് 100. സോ നമ്മൾ എന്ത് ചെയ്തു? 20 × 2 + 10. നോക്കിയേ, 20 × 2 2 × 0 0 2 × 2 4 40 + 10. അപ്പോൾ നമുക്ക് ആൻസർ എന്തെന്ന് വരും? 50 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 25 + 15 - 10 / 2. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 10 / 2 നമുക്ക് ആദ്യം നോക്കണം. 10 / 2 എത്രയാണ് നമുക്ക് വരുന്നത്? 10നെ 2 ആക്കിയാൽ 5 അല്ലേ വരിക? അപ്പോൾ നോക്കിക്കേ, 25 + 15 - 5. നമുക്ക് 25 + 15 എത്രയാണ് വരിക? 5 5 5 5 10 0. നമ്മൾ ആഡ് 1 കൊടുത്തു. 2 + 1 3 + 1 4 40 എന്ന് നമുക്ക് വന്നു. ഇനി 40ൽ നിന്ന് എന്ത് നമ്മൾ കുറയ്ക്കണം? 5 കുറയ്ക്കണം. 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 35 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ നവോദയ എക്സാമിന് 2025 നവോദയ എക്സാമിന് ജയിച്ച നമ്മുടെ കുട്ടികളാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കുട്ടികളുണ്ട്. 170+ സ്റ്റുഡൻസ് ആണ് ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ CC+ കോച്ചിങ്ങിന്
നവോദയ സ്കൂളുകളിലേക്ക് പോയത്. അപ്പം ഇതേപോലെ നിങ്ങൾക്കും പോകാൻ ആഗ്രഹം ഉണ്ടാവും. പോസ്റ്റേഴ്സിലൊക്കെ വരണം, എല്ലാവരും സ്റ്റാറ്റസ് ഇടണം, കൺഗ്രാജുലേറ്റ് ചെയ്യണം, മീറ്റപ്പിന് ട്രോഫീസ് ഒക്കെ വാങ്ങണം എന്നുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ അതേപോലെ അതിലും വലിയ ആഗ്രഹമാണ് എന്ത്? നവോദയ സ്കൂളിൽ പോയി പഠിക്കുക. നിങ്ങൾക്ക് നല്ല CBSE എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത്, നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് 1 or 2 നമ്മൾ ഒതുങ്ങിപ്പോവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാനുള്ളൊരു സൗകര്യം എവിടെയുണ്ട്? നവോദയ സ്കൂളിലുണ്ട്. നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി? ഇപ്പോൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അടുത്ത വർഷം എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത 2026, 2027 എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിച്ച് നവോദയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 9496949929 വിളിച്ചാൽ മതി. അവർ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ അവരെ വിളിച്ച് അന്വേഷിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10 × 3 ഡിവൈഡഡ് ബൈ 5 + 6. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആദ്യം ചെയ്യണം. നോക്കി, നമ്മൾ 3 × 5 അല്ലെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 5, ഇതിന് നമ്മൾ പോയിന്റ് ഇട്ടിട്ടൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? 3 ഡിവൈഡഡ് ബൈ 5. അപ്പം ഇങ്ങനത്തെ ഡിജിറ്റ്സ് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ തന്നെ 10 × ഈ 3 ഡിവൈഡഡ് ബൈ 5നെ നമുക്ക് ഇങ്ങനെ 3/5 എന്ന് എഴുതത്തില്ലേ? രണ്ടും സെയിം അല്ലേ? 3 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതിയാലും 3/5 എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയല്ലേ? സോ എന്തെന്ന് എഴുതുക? 3/5 എന്ന് കൊടുക്കുക, പ്ലസ് എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. ഈ ഒരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ 3/5നെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കും, നമ്മൾ ഉടനെ അടുത്ത വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പം ഈ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. എന്താ? ഇവരെ എവിടെയെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ 10നെയും 5നെയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമോ? വെട്ടിക്കളയാന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു കോമൺ നമ്പർ വെച്ചിട്ട് അവർ നമുക്ക് ക്യാൻസൽ ചെയ്ത് 5നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 വരും അല്ലേ? 10നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 2 വരത്തില്ലേ? കണ്ടോ? 5ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. ഡിവിസിബിലിറ്റി റൂളൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 2 × ഇപ്പോൾ ഇവിടെ 1 ആയേ, ഇവിടെ 1 ആയി, ഇവിടെ 2 ആയി. അപ്പോൾ ഇവിടെ എന്തായി? 2 × 3 എന്തായി? 6. 6/1 + 6 എന്ന് കിട്ടി. 6/1 എന്ന് പറയുന്നത് എന്താ? 6 അല്ലേ? 6 + 6 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആൻസർ വരുന്നത്? 12. സോ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടും കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് 6 ആണ്, 6 + 6 12 ആണ് ആൻസർ വന്നത്. അപ്പം ഇതേപോലെ ഡിവിഷൻസ് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? 3 ഡിവൈഡഡ് ബൈ 5 എന്നൊക്കെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3/5 എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇച്ചിരി ഹയർ പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സും കൂടെ പഠിക്കുമായിരിക്കും ഏറ്റവും എളുപ്പമായിട്ട് വരിക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. മറക്കാതെ എല്ലാവരും എൻക്വയറി എടുക്കുക, നവോദയയ്ക്ക് ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ഈ പ്രാവശ്യം പഠിക്കാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോ.